നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 സെപ്റ്റംബർ 9 ചൊവ്വാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും. ചില അനാവശ്യ തടസ്സങ്ങൾ നേരിട്ടേക്കാം. പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഇത് ചിലപ്പോൾ മാനസികമായ വിഷമങ്ങൾക്ക് കാരണമാകാം. എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധയും ക്ഷമയും പാലിക്കുന്നത് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും നിലനിർത്താൻ സാധിക്കും. പഴയൊരു പ്രശ്നം പരിഹരിക്കാനും ബന്ധുജനങ്ങളുമായി ഒത്തുചേരാനും അവസരം ലഭിച്ചേക്കാം. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുന്നത് ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ശരിയായ വിശ്രമത്തിനും ഭക്ഷണക്രമത്തിനും പ്രാധാന്യം നൽകുന്നത് ഉചിതമാണ്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ വിജയം നേടാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിന്നും അംഗീകാരവും പ്രശസ്തിയും ലഭിച്ചേക്കാം. എന്നിരുന്നാലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ചെറിയൊരു തെറ്റിദ്ധാരണ പോലും വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചേക്കാം. കർക്കിടകം രാശി പുണർത്തം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ഇത് സ്ഥാനക്കയറ്റത്തിലേക്കുള്ള സൂചനയായി കാണാം. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ വേണം. കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ പലതിനും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നല്ലതാണ്. യാത്രകൾ ഒഴിവാക്കുന്നതും പ്രധാന തീരുമാനങ്ങൾ മാറ്റിവെക്കുന്നതും കൂടുതൽ ഗുണം ചെയ്യും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കും. ഇത് മനസ്സിന് സന്തോഷം നൽകും. സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. മനസ്സിൽ സന്തോഷം നിറയുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനും അവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും അവസരം ഉണ്ടാകും. തൊഴിലിലും സാമ്പത്തിക കാര്യങ്ങളിലും പുരോഗതി കാണാം. ഈശ്വര വിശ്വാസം വർദ്ധിക്കുന്നതും ശരീരത്തിന് കൂടുതൽ ഊർജം ലഭിക്കുന്നതും നല്ല ഫലമാണ്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഇന്ന് സന്താനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ചില വിഷമതകൾ ഉണ്ടായേക്കാം. ഇത് കുടുംബത്തിൽ അസ്വസ്ഥതകൾക്ക് കാരണമാകാനും മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഉചിതമാണ്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. നിങ്ങളുടെ ധൈര്യവും ചിന്താശേഷിയും ഉപയോഗിച്ച് കാര്യങ്ങൾ നേടാൻ സാധിക്കും. എന്നാൽ നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നും വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അയൽക്കാരുമായും ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഏത് കാര്യത്തിലും മനസ്സോടെ പ്രവർത്തിക്കാനുള്ള ധൈര്യവും ചിന്താശേഷിയും ഉണ്ടാകും. ഇത് സാമ്പത്തിക നേട്ടങ്ങൾക്കും വാഹന യോഗത്തിനും വഴിതെളിക്കും. നല്ല സൗഹൃദങ്ങൾ നിലനിർത്താൻ സാധിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സുഹൃത്തുക്കൾ വഴി വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കണം. നിയമപരമായ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാൻ ഇടയുണ്ട്. സാമ്പത്തിക വരുമാനം കുറയാനും തൊഴിൽപരമായ ക്ലേശങ്ങൾ അനുഭവിക്കാനും സാധ്യതയുണ്ട്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഉന്നത പദവിയിലേക്കും പ്രശസ്തിയിലേക്കും ഉയരാൻ സാധ്യതയുണ്ട്. വിശ്വസ്തരായ സുഹൃത്തുക്കളിൽ നിന്ന് മികച്ച പിന്തുണ ലഭിക്കും. ഇത് മനസ്സിന് സന്തോഷം നൽകും. ഭാര്യാഭർത്തൃ ബന്ധം കൂടുതൽ സൗഹാർദ്ദപരമായിരിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212